ഞാൻ എവിടെയെല്ലാം തിരക്കിയെന്നറിയോ? എന്താ? വാ പറയാം. കാര്യം എന്താ വെച്ചാ പറഞ്ഞ് തുലയ്ക്ക് പോയി. ഇന്നാള് പറഞ്ഞ കാര്യേ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. മറ്റേ കാര്യേ. ഓ ആ അതെ. എവിടെ? പിടയ്ക്കാതെ നോക്ക്. ഇതാരാടാ? സൂപ്പർ പാർട്ടിയാണല്ലോ. ആ റേറ്റ് ഇച്ചിരി കൂടുതലാ. അത് പോട്ടെ, പിന്നെ ഒരാളുണ്ടാവും. ഒരാളൂടെയോ? അത് പറ്റത്തില്ല. ഇത് നീറ്റ് പാർട്ടിയാ, BSc-യാ. ഇതിനിപ്പോ ഡിഗ്രി വേണോ? ആ എന്ത് കുന്തെങ്കിലും ആട്ടെ, എനിക്ക് വേണ്ടിയല്ല. പിന്നെ ആർക്കാ? നമ്മുടെ മഹേഷിനെ. അയ്യോ അപ്പൊ പിന്നെ തുക കൂടും. അത് സാരമില്ല, കാര്യം നടക്കണം. അപ്പൊ നാളെ ടൗണിൽ 10 മണി. ഓക്കെ ഓക്കെ. പിന്നെയും വിളി. എത്ര നേരമായിട്ട് ഞാൻ കാത്തിരിക്കുന്നു എന്നറിയോ? ഇയാള് എന്താ തൃശ്ശൂർ പൂരം കാണുകയാണോ? ഇങ്ങോട്ട് വന്നേ. എന്റെ ശേഖരൻ കുട്ടി, ഇയാൾ ഇതൊക്കെ കണ്ടു തീരാൻ തന്നെ ഒരാഴ്ച എടുക്കും. ഒന്നുമില്ല എന്റെ പാക്കര, നീ കണ്ടോ? അല്ലടാ മഹേഷേ, ആക്രാന്തം കാണിക്കായിരുന്നോ? കൊള്ളാം. അഥവാ ആക്രാന്തം ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ അവളെ കാണുമ്പോ അങ്ങ് മാറിക്കോളും. വാ വാ. കക്ഷി എവിടെ? അകത്തുണ്ട്. വാ വാ. കേറി വാ, കേറി വാ. ദാ അതാ റൂം. ഇനി എന്നെ വിട്ടേക്ക്, ഞാൻ പോവുക. ഇത് പീസ്. ഇനി നിന്റെ വക ദക്ഷിണ എപ്പോഴാ? അതൊക്കെ അവൻ തരുവടാ, സംഗതി നോക്കട്ടെ. നോക്ക്. നോക്കിക്കണ്ട് പഠിച്ച് നന്നായി വാ. ഇനി വച്ചടി വച്ചടി കയറ്റമായിരിക്കും. ചെല്ലേ ഞാനോ? നിന്ന് ചിണുങ്ങർ അങ്ങോട്ട് ചെല്ലടാ. ഒയ്ക്കോടാ. ചേട്ടൻ ചെല്ല്. അതിന് നിന്റെ അനുവാദം വേണോ? അങ്ങോട്ട് പോയി നോക്കടാ. ഞാൻ ചെന്നാ എനിക്ക് പേടിയാ. ഓ എടാ, ഒരു പേടി ആദ്യമൊക്കെ ഉണ്ടാവും, അതൊന്നും അത്ര സാരമില്ല. നോക്കാം. മതി, അത് മതി. പിന്നെ എല്ലാം അങ്ങ് മുറയ്ക്ക് ശരിയാവൂ. എന്നാലും എടാ മഹേഷ്, ഇനി ഞാൻ വന്ന് ക്ലാസ് എടുക്കണോ? കേറി അങ്ങോട്ട് ചെല്ലടാ. ചെല്ല. ഓ നിക്കേ, അവിടെ നിൽക്കാൻ. ഒരു കാര്യം പറയട്ടെ. അങ്ങോട്ട് ഇറങ്ങിക്കേ. എടാ അങ്ങോട്ട് ഇറങ്ങാൻ. എടാ നെറുകെട്ടവനെ, നീ എന്ത് പണിയാ കാണിച്ചത്? മനുഷ്യനെ വെറുതെ നാണം കെടുത്താൻ. അല്ല, നിനക്ക് കാശ് മുടക്കൊന്നുമില്ലല്ലോ. ശേഖരേട്ടാ, അത് മതി മതി, ഒന്നും പറയണ്ട. നിന്നെയും കൂട്ടി ഇനി ഒരു പരിപാടിക്കും ഞാനില്ല. നിന്റെ ഗൾഫ് മോഹമൊക്കെ ഉണ്ടല്ലോ, അത് നീ അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി കേട്ടോ. ശേഖരേട്ടാ. എന്താ? അത് പിന്നെ. എന്ത് പിന്നെ? ഇനി അങ്ങനെ ഉണ്ടാവില്ല. ശേഖരേട്ടൻ ക്ഷമിക്കണം. വേണ്ട വേണ്ട, അത് ശരിയാവില്ല. ശേഖരേട്ടാ പ്ലീസ്. ഉവല്ലോ. ഉവ്വ്. സത്യമാണോ? സത്യം. എങ്കി വാ.
കാശ് എടുത്തിട്ടില്ല. കുഞ്ഞു പൊയ്ക്കോ, ഞാൻ വീട്ടിൽ വന്ന് വാങ്ങിക്കോളാം. എന്താ? ഞാനിവിടെ ഒന്ന് ഇരുന്നോട്ടെ. എന്തിനാ? കാണാനാ. ഉം. രായപ്പൻ ചേട്ടാ. ആ മഹേഷോ? ഞാൻ ചേട്ടനെ 2 ദിവസം അന്വേഷിച്ച് നടക്കുമായിരുന്നു. എന്താ? വേറൊന്നുമല്ല, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ, ഗൾഫിൽ പോകുന്ന കാര്യം. രായപ്പൻ ചേട്ടൻ എന്ത് പറയുന്നു? വെറുതെ ആലോചിക്കാതെ എങ്ങനെ മറുപടി വരിക? 10,000-40,000 രൂപ ഉണ്ടാക്കണം. ഇനി വിസ തന്നാൽ തന്നെ ഞാൻ എന്ത് ജോലിയാ, എനിക്ക് എന്ത് ജോലിയാ അവിടെ കിട്ടുക? ശമ്പളം എങ്ങനെയാ? ഇതൊന്നും അറിയാതെ എന്ത് വിശ്വസിച്ച പണം തരിക? ശേഖരേട്ടൻ ജോലി ശരിയാക്കി തരാന്നാ പറഞ്ഞത്. നല്ല ശമ്പളവും കിട്ടും. മഹേഷേ, നിനക്ക് ശേഖരം പറഞ്ഞുള്ള അറിവല്ലേ ഉള്ളൂ. എന്റെ അമ്മാവന്റെ മകൻ ഗൾഫ് മോഹവുമായി ഒത്തിരി നടന്നിരുന്നതാ. ഒടുവിൽ എങ്ങനെയോ വിസ ശരിയാക്കി ഗൾഫിൽ കടന്നു. അവിടെ ചെന്നിട്ടോ കൂലിപ്പണിക്കാരനായി ജോലി ചെയ്യേണ്ടി വന്നു. ന്യായമായ ശമ്പളമില്ല, അത് തന്നെ കൃത്യമായിട്ട് കൊടുക്കാറില്ല. പിന്നെ തിരികെ വരാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നറിയാമോ? ഒടുവിൽ അവിടുത്തെ വിവരം പറഞ്ഞ് അമ്മാവനും മറ്റും പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ടു, എംബസിയുമായും ബന്ധപ്പെട്ടു. ഒടുവിൽ ആളിനെയും എത്തിച്ചു. എല്ലാം അങ്ങനെ ആകണമെന്നില്ലല്ലോ രായപ്പൻ ചേട്ടാ. ശേഖരേട്ടനെ നമുക്കൊക്കെ അറിഞ്ഞുകൂടെ? ഒന്നുമില്ലെങ്കിലും നമ്മുടെ ഈ നാട്ടുകാരൻ തന്നെയല്ലേ. ശേഖരേട്ടൻ നമ്മളെ ചതിക്കില്ലല്ലോ. തന്നെയല്ല, ഗൾഫിൽ നിന്ന് വന്നയാളും. അതൊക്കെ സമ്മതിച്ചു. എനിക്ക് അനുഭവപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നീ എങ്ങോട്ടാ? വീട്ടിലേക്കാ. ആ പിന്നെ ഉച്ച കഴിഞ്ഞാൽ ശേഖരേട്ടനെ കാണുന്നുണ്ട്. എന്താ ഞാൻ പറയണ്ടേ? ആ, ഞാൻ പിന്നെ ആലോചിച്ച് പറയാന്ന് പറയൂ. ശരി, ഞാൻ വരട്ടെ. ശരി. അപ്പൊ എന്റെ കാര്യോ? അതൊക്കെ ശരിയാക്കാം. ആ, ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. ദിവസവും 100 വട്ടം വിളി അവിടുന്ന്. ഞാൻ ചെല്ലാതെ ഒന്നും അവിടെ നടക്കില്ലെന്ന അവസ്ഥയാ. ആ ഓ, നീ ഇവിടെ ഇരിക്കെ, ഞാനിപ്പോ വരാം. എന്താണ്? ആ, എന്താന്ന് പറ. ഒരബദ്ധം പറ്റി. ആ, അല്ല, പറ്റുമെന്ന് എനിക്കറിയാം. എന്താ? വല്ല ഒപ്പിച്ചോ? കാര്യം പറ. ഞാൻ അവിടെ പോയി. എവിടെ? രാജപ്പന്റെ വീട്ടിൽ. എടാ ഭയങ്കര, നീ ആള് കൊള്ളാമല്ലോ. എന്നിട്ട് വിസയുടെ കാര്യം വല്ല നടന്നോ? ഇല്ല. പിന്നെ എന്തിനാ അവിടെ പോയത്? ആ, അത് പോട്ടെ. എന്തോന്ന് അബദ്ധം പറ്റിയത്? താമസം ഉണ്ടെന്ന് പറഞ്ഞു. തൊലച്ചോ? ഓ, ഒരു മഹാകാര്യം. നീ എന്റെ എല്ലാ പദ്ധതിയും കളഞ്ഞു കുളിച്ചല്ലോ. ഒരു നല്ല അവസരമാണ് നീ നഷ്ടമാക്കിയത്. എത്ര രൂപ കിട്ടേണ്ടതായിരുന്നു നിനക്കറിയാമോ? ഇനിയിപ്പോ അവൻ നാട്ടിപ്പാട്ടാക്കുമോന്ന എന്റെ പേടി. ആ, അതെങ്ങനെയെങ്കിലും പോട്ടെ, അത് ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം. നീ അത് ഒന്നുകൂടെ നോക്ക്. ഏത്? എടാ ദിനേശ്. അയാളോ? ആ ദിനേശ് വലിയ വാശിക്കാരനാ. അയ്യടാ, അയാളുടെ ഒരു ദേഷ്യം. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, ദിവസവും രാവിലെ അയാളെ കണ്ട് ഗൾഫിലെ വരുമാനത്തെ പറ്റി പറഞ്ഞു മനസ്സ് മാറ്റിയെടുക്ക്. കിഴങ്ങൻ. അല്ല, നിനക്കിതൊന്നും പറഞ്ഞിട്ടില്ല. എടാ, നിനക്കൊന്നുകൂടെ ശ്രമിച്ചു നോക്കിക്കൂടെ? നോക്കാം. ആ, അങ്ങനെ വഴിക്കുക. ചെല്ല്. വിജയീ ഭവ, സന്തോഷീ ഭവ.